നമസ്കാരം. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ് രേഖപ്പെടുത്തിയ വർഷമാണ് 2024. ഈ വർഷം ജനുവരിയിൽ ഒരു പവൻ സ്വർണത്തിന് 46,840 രൂപയായിരുന്നു വില. എന്നാൽ 2024 അവസാനിക്കുമ്പോഴേക്കും സ്വർണ്ണവിലയിൽ ഏകദേശം 27% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പവൻ ഇതുവരെ വർദ്ധിച്ചത് ഏകദേശം 10,160 രൂപയാണ്. ഗ്രാമിന്റെ കണക്കെടുത്താൽ 1,270 രൂപയുടെ വർധനവ്. ഈ വർഷം ഒക്ടോബറിലായിരുന്നു സ്വർണത്തിന് എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയത്. വരാനിരിക്കുന്നത് സ്വർണ്ണവില കൈപൊള്ളിക്കുന്ന വർഷമായിരിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഡിസംബർ അവസാനമാകുമ്പോഴേക്കും സ്വർണ്ണവിലയിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം പാടെ തെറ്റിച്ച് വർഷ അവസാനത്തിലേക്ക് കടക്കുമ്പോഴേക്കും വില കുതിച്ചുയരുകയാണ്. നല്ല രീതിയിലുള്ള വർധനമാണ് സ്വർണത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആഗോള വിപണിയിലെ ചലനങ്ങളാണ് രാജ്യത്തെ സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നത്. പശ്ചിമേഷ്യയിലേത് അടക്കമുള്ള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വർഷം 40 തവണയാണ് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചത്. മൂന്നാം പാദത്തിലേക്ക് കടന്നതോടെ സ്വർണത്തിന്റെ ഡിമാൻഡ് $100 ബില്യൺ സെൻട്രൽ ബാങ്കുകൾ ഈ വർഷം ഒക്ടോബറിൽ വാങ്ങിക്കൂട്ടിയത് 754 ടൺ സ്വർണമാണ്. റിസർവ് ബാങ്ക് ആകട്ടെ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ വാങ്ങിയത് 13 ടൺ സ്വർണമാണ്. യുഎസിൽ ട്രംപിന്റെ മടങ്ങിവരവും സാമ്പത്തിക നയങ്ങളുമെല്ലാം സ്വർണം കൂടുതൽ റെക്കോർഡുകൾ ഭേദിക്കാൻ കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത്. 2025 സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് പണയ നയമാണ്. 2024 വിവിധ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചിരുന്നു. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് 3 തവണയാണ് പലിശ നിരക്കിൽ കുറവ് വരുത്തിയത്. ഏറ്റവും അവസാനമായി 0.5% കുറവാണ് വരുത്തിയത്. 2025 പലിശ നിരക്ക് 2 തവണയെ കുറയ്ക്കുള്ളൂവെന്നാണ് ഫെഡറൽ ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. കുറഞ്ഞ നിരക്ക് സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയും വില ഉയരാൻ കാരണമാവുകയും ചെയ്യും. ഇനി രണ്ടാമത്തേത് ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം, റഷ്യ യുക്രൈൻ യുദ്ധം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഇവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പണപ്പെരുപ്പമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് വെറുതെ ആകില്ലെന്നാണ് വിലയിരുത്തൽ. ആഗോള ക്രമം മാറ്റിമറിക്കാൻ തന്നെ പോകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളും നടപടികളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇത് പണപ്പെരുപ്പ ഭീതി നിലനിർത്തുന്നുണ്ട്. ഇതും സ്വർണത്തിന്റെ വില ഉയർത്താൻ കാരണമാകുമെന്നാണ് കണക്കാക്കുന്നത്. മറ്റൊന്ന് നിക്ഷേപ ആവശ്യമാണ്. നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതും സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങുന്നതും വില ഉയരാൻ കാരണമായേക്കും. സുരക്ഷിത നിക്ഷേപം, ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങിയവയെല്ലാം സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുമെന്ന് തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ഇനി 2025 സ്വർണ്ണവിലയെക്കുറിച്ചാണ്. പുതുവർഷത്തിൽ രാജ്യാന്തര വില ഔൺസിന് $3000 കടന്നേക്കുമെന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത്. ഇങ്ങനെ പോയി സ്വർണം കിട്ടാതെ ആകുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്തായാലും സ്വർണത്തിന്റെ വില പിടിച്ചാൽ കിട്ടാവുന്നതിനേക്കാളും വേഗത്തിൽ പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.